തോൽവികളെ മറികടന്ന് വിജയം വരിക്കുന്ന ആളുകളാണ് ഇന്നും എല്ലാവർക്കും പ്രചോദനമേകുന്നത്. പ്രതിസന്ധികളിൽ കാലിടറിയാലും പിന്നെയും മുന്നോട്ട് കുതിക്കാൻ അത്തരക്കാരെ പ്രേരിപ്പിക്കുന്നത് ചങ്കുറപ്പും കഠിനാധ്വാനം ചെയ്യാനുള്ളവരുടെ മനസ്സുമാണ്. വിധിക്ക് മുന്നിൽ തളരാതെ മണ്ണിൽ പൊന്നുവിളയ്ക്കുകയാണ് പത്തനംതിട്ട വെച്ചൂച്ചിറ അരീക്കാപ്പറമ്പിൽ മനു തോമസ്. 5-ാം വയസ്സിൽ പോളിയോ ബാധിച്ച് കാലുകളുടെ ചലനശേഷി നഷ്ടമായെങ്കിലും തളർന്നില്ല. കാലിടറിയപ്പോഴും മനസ്സിടറാതെ നിശ്ചയദാർഢ്യത്തോടെ മുന്നേറി വിധിയെ തോൽപ്പിച്ച് മികച്ച ഭിന്നശേഷി കർഷകനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഈ യുവ കർഷകൻ. തന്റെ 5 ഏക്കർ ഭൂമിയിൽ 4500 കോഴികളുള്ള ഫാം ഉൾപ്പെടെ സമ്മിശ്ര കൃഷിയാണ് മനു ചെയ്തു വരുന്നത്. ഭിന്നശേഷി മൂലം പകച്ചു നിൽക്കുന്നവർക്ക് മുന്നേറാനുള്ള പ്രചോദനം കൂടിയാണ് ഈ കർഷകന്റെ ജീവിതം. കാലുകൾക്ക് ചലനശേഷി നഷ്ടമായതോടെ വീട്ടിലിരുന്ന് പഠിച്ച് SSLC ഉന്നത മാർക്കോടെ വിജയിച്ചു. തുടർന്ന് പഠിക്കാൻ വീട്ടുകാർ നിർബന്ധിച്ചെങ്കിലും മനു കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു. 33 വയസ്സ് വരെ പാലക്കാട്ട് മണ്ണാർക്കാട്ടായിരുന്നു മനുവും കുടുംബവും താമസിച്ചിരുന്നത്. പിന്നീട് കൃഷി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2012-ലാണ് പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ പഞ്ചായത്തിൽ 5 ഏക്കർ സ്ഥലം വാങ്ങിയത്. തുടർന്ന് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പിന്തുണയോടെ കൃഷി ആരംഭിച്ചു. കോഴി ഫാം, റബ്ബർ, കാപ്പി, കശുമാവ്, തെങ്ങ്, കമുക്, കുരുമുളക്, കൊക്കോ, പ്ലാവ്, മാവ്, തേനീച്ച, ജാതി, കപ്പ, താറാവ്, പശു, മത്സ്യകൃഷി, തീറ്റപ്പുൽ കൃഷി, വാനില തുടങ്ങിയവ ഏദൻ എന്ന് പേരിട്ടിരിക്കുന്ന കൃഷിഭൂമിയിലുണ്ട്. കൃഷി വൻ വിജയമായതോടെ ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും അനുബന്ധ സംരംഭം തുടങ്ങാൻ ആലോചിച്ചപ്പോഴാണ് കോഴി ഫാം തുടങ്ങാൻ തീരുമാനിച്ചത്. തന്റെ ആഗ്രഹം വീട്ടുകാരോട് പറഞ്ഞപ്പോൾ എല്ലാ പിന്തുണയും കുടുംബം നൽകി. തുടർന്ന് ചെറിയ രീതിയിൽ തുടങ്ങി. ഇതിൽ നിന്ന് മികച്ച വരുമാനം ലഭിച്ചതോടെ ഫാം വിപുലീകരിക്കാൻ തീരുമാനിച്ചു. ഇന്ന് 4500 കോഴികളുള്ള ഫാമിന് ഉടമയാണ് മനു തോമസ്. വർഷം 300 മുട്ടയിടുന്ന BV380 കോഴികളാണ് കൂടുതലായും ഇവിടെയുള്ളത്. ഉയർന്ന ഉൽപാദനശേഷിയുള്ള ഇവ 4.5 മാസമാകുമ്പോൾ മുട്ടയിടും. നാടൻ കോഴികൾക്കൊപ്പം ടർക്കി, കരിങ്കോഴി, ഗിനിക്കോഴി, ഇറച്ചിക്കോഴി എന്നിവയും ഫാമിലുണ്ട്. മുട്ടയിടാൻ പ്രായമാകുമ്പോൾ കോഴിയെ വിൽക്കുന്നതാണ് മനുവിന്റെ രീതി. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് പ്രധാനമായും കോഴികളെ വിൽക്കുന്നത്. മറ്റു ജില്ലകളിൽ നിന്ന് ആവശ്യക്കാർ വിളിക്കുന്നുണ്ടെങ്കിലും എത്തിച്ചു നൽകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഓർഡർ എടുക്കാറില്ല. വിരിഞ്ഞ് 1 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് മനു വാങ്ങുന്നത്. ആദ്യ 3 ദിവസം കൃത്രിമ ചൂട് നൽകുന്നതിനൊപ്പം ധാന്യങ്ങൾ ഭക്ഷണമായി നൽകും. ചൂടിനായി വൈദ്യുതി, ഇൻഫ്രാറെഡ് ബൾബുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷം അന്തരീക്ഷ ഊഷ്മാവും കുഞ്ഞുങ്ങളുടെ അവസ്ഥയും നോക്കി ചൂട് ക്രമീകരിക്കും. ആദ്യ ദിവസങ്ങളിൽ 29 മുതൽ 32 ഡിഗ്രി എന്ന നിലയിലാണ് ചൂട് നൽകുന്നത്. പിന്നീട് 3 ഡിഗ്രി വീതം കുറച്ചു കൊണ്ടുവരും. തുടർന്ന് പ്രതിരോധ മരുന്നുകൾ നൽകും. 7, 14, 21, 28, 35 ദിവസം പ്രായമാകുമ്പോൾ വാക്സിനേഷൻ നൽകും. ശരിയായ രീതിയിൽ മരുന്ന് നൽകുന്നതിനാൽ വസന്ത, കോഴിവസൂരി എന്നിവയിൽ നിന്ന് ഇവയെ സംരക്ഷിക്കാം. 7, 21 ദിവസങ്ങളിൽ ലസോട്ടയും 14, 28 ദിവസങ്ങളിൽ IBD നൽകും. 2 മാസം പൂർത്തിയാകുമ്പോൾ R2B വാക്സിനും നൽകും. തുടർന്ന് ഓരോ 6 മാസം കൂടുമ്പോഴും R2B നൽകും. കോഴികൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ മാത്രമേ പ്രതിരോധ മരുന്ന് കൊടുക്കാവൂ. രാവിലെ 10-ന് മുൻപും വൈകുന്നേരം 5-ന് ശേഷവും മാത്രമേ മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ. കോഴിക്കൂട് വൃത്തിയായി സൂക്ഷിച്ചാൽ ഒരു പരിധിവരെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും. തിളപ്പിച്ചാറിയ വെള്ളമാണ് കോഴികൾക്ക് കുടിക്കാൻ നൽകുന്നത്. കൂട്ടിൽ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റു ജീവികളുടെ ആക്രമണത്തിൽ നിന്ന് കോഴികളെ സംരക്ഷിക്കുന്നതിന് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ആധുനിക സജ്ജീകരണങ്ങളും ഫാമിൽ ഒരുക്കിയിട്ടുണ്ട്. കാർഷിക രംഗത്തെ മികവിന് നിരവധി പുരസ്കാരങ്ങളാണ് മനുവിനെ തേടിയെത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ തെരഞ്ഞെടുത്തിരുന്നു. ജൈവ വൈവിധ്യ ബോർഡിന്റെ അവാർഡ്, പത്തനംതിട്ട ജില്ലയിലെ മികച്ച കർഷകനുള്ള അവാർഡ്, സരോജിനി ഫൗണ്ടേഷൻ അവാർഡ് എന്നിവയും ലഭിച്ചിട്ടുണ്ട്. മനുവിന്റെ അമ്മയെ വെച്ചൂച്ചിറ പഞ്ചായത്തിലെ മികച്ച വനിതാ കർഷകയായും മകൻ ഏബലിനെ മികച്ച കുട്ടി കർഷകനായും തെരഞ്ഞെടുത്തിരുന്നു.